نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനോഹരമായ ഉപമ പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ. ദിവസങ്ങൾ ഇങ്ങനെ കഴിയും, രാത്രിയാവും, പകലാവും. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടും, പരക്കം പായും. പക്ഷെ അതിനോടൊപ്പം നമ്മളെ ആയുസ്, നമ്മളെ വയസ്സിങ്ങനെ തീരുന്നതിനെ പറ്റി അല്ലാഹു മനോഹരമായി ഉപമിച്ചു സൂറത്തുൽ കഹ്ഫിൽ. വദ്രിബ് ലഹും മസലൻ ഹയാത്തിദ് ദുനിയ. നബിയെ, നിങ്ങൾ അവർക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഒരു ഉപമ പറഞ്ഞു കൊടുക്കും. കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ആകാശത്തിൽ നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ്. ആ വെള്ളം ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ അതിനുള്ളിൽ നിന്ന് ചെടികള്, പുല്ലുകള് മുളക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അത് വലിയ വടവൃക്ഷമായി മാറി, ഇടതൂർന്ന തോട്ടമായി മാറി, നല്ല ബലമുള്ള കാടായി മാറി. പക്ഷെ ശക്തമായ ചൂട് വന്നു, വെയിലേറ്റി അതിന്റെ ഇലകൾ കരിയാൻ തുടങ്ങി. അതങ്ങനെ കരിഞ്ഞ് പെടുത്തുണങ്ങി. എത്രത്തോളം കരിഞ്ഞു? ഒരു കാറ്റ് ഇപ്പുറത്തുനിന്ന് വന്നാൽ ആ കാറ്റിനോടൊപ്പം അതങ്ങ് പാറിപ്പോകുന്ന അവസ്ഥയിൽ ഒന്നുമല്ലാതായി. അതാണ് ദുനിയാവ്. നമ്മളിപ്പോ അനുഭവിക്കുന്ന ഈ ദുനിയാവ് നല്ല വടവൃക്ഷം പോലെ, നല്ല ഉറപ്പുള്ള മരങ്ങളെ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദുനിയ ഹുൽവത്തുൻ ഖദിറ. നല്ല മധുരമുള്ളതും നല്ല പച്ചപ്പുള്ളതും. പക്ഷെ ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം ആ ഉണങ്ങിയ ഇലകളെ കാറ്റ് പറത്തിക്കൊണ്ടുപോയ പോലെ അതെല്ലാം പോവും, ഒരു സംശയമില്ല. ശരിക്കും പറഞ്ഞ ആ ബോധം നമുക്ക് കിട്ടലാണ് ജീവിതത്തിന്റെ വിധയെന്ന് പറഞ്ഞാൽ. ആ ചുരുങ്ങിയ കാലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും മനോഹരമായ സമയം നമ്മുടെ ജീവിതത്തിന്റെ യുവത്വമാണ്, ഒരു സംശയമില്ല. പക്ഷെ എല്ലായ്പ്പോഴും നമ്മളെല്ലാരും അറിയുന്ന പോലെ, നമുക്കെല്ലാം അറിയുന്ന പോലെ, യുവത്വത്തിന്റെ ആ രസത്തിന് ഇങ്ങനെ പോകുന്ന സമയം അതിനൊരു വിലയും ഉണ്ടാവില്ല. കാരണം നല്ല സുഖം, നല്ല രസം. മനസ്സാഗ്രഹിക്കുന്നതിന് മുമ്പ് ശരീരം അവിടെ എത്തുന്ന സമയം, എന്തിനും ഓടാനും ചാടാനും പിടിക്കാനും എല്ലാത്തിനും തയ്യാറാവാൻ പറ്റുന്ന ശാരീരിക ആരോഗ്യമുള്ള സമയം. പക്ഷെ ഒരു ദിവസം അത് തീരും. ആ കവി പറഞ്ഞ പോലെ, അലാ ലൈത ശബാബ യഊദു യൗമ. എല്ലാരും പറയും ഒരു ദിവസം ആ യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ, ആ നല്ല പ്രായം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ. ഈ വാർദ്ധക്യം എന്നോട് കാണിക്കുന്ന ക്രൂരത എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. കുറച്ചൊരു സമാധാനത്തിൽ. വാർദ്ധക്യം ശരിക്കും ക്രൂരതയാണ്. അത് വയസ്സായവരോട് ചോദിക്കണം. ശരീരത്തിന്റെ ഊർജം നശിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര ഓടിയാലും എത്ര നടന്നാലും, ലിഖർ പറയേണ്ട സമയം മോർണിംഗ് വാക്കിങ്ങിന് പോയാലും തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയമില്ല. ഫുഡ് എത്ര കൺട്രോൾ ആക്കിയാലും,
എത്ര ബിരിയാണി കഴിക്കാണ്ടിരുന്നാലും രാവിലെ 3 മണിക്കൂർ ഷൂസ് ഇട്ടിട്ട് ഓടിയെന്ന് വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടൻ എണീച്ചു പോയി. ദിക്ർ പറയുന്നില്ല. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത 3 പ്രാവശ്യം പറയണം രാവിലെയും വൈകുന്നേരവും. എന്തിന്? ആഫിയത്ത് കിട്ടാൻ. ആ സമയം ഓടാൻ വേണ്ടി പോയി. ഓടാൻ പോകുന്നതിനെ ശരിക്കും യുവത്വം നശിക്കാതിരിക്കാൻ, ആരോഗ്യം നശിക്കാതിരിക്കാൻ, കുറച്ചും കൂടി പറഞ്ഞാൽ മരിക്കാതിരിക്കാൻ. എന്താ ഈ ഓട്ടം? അതല്ലേ സലാം വീട്ടിൽ ഉടൻ എണീച്ചിട്ട് പോകുന്നത്. എത്ര ഓടിയാലും, എത്ര ഓടിക്കതച്ചാലും, എത്ര ഭക്ഷണം തിന്നാണ്ടിരുന്നാലും ശബാബ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു മർഹലയാണ്. അത് തീരുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഉലമാക്കള് 4 തരത്തിലാണ് തർത്തീബാക്കിയ ആയുസിനെ. ഒന്ന്, പ്രസവിച്ചത് മുതൽ 7 വയസ്സ് വരെ ഒന്നുമില്ല. 7 വയസ്സ് വരെ ഒരു നിയമമില്ല, ഒന്നും ബാധകമല്ല. കളിയും ചിരിയും തമാശയും ഓട്ടവും വികൃതിയും കുരുത്തക്കേടും വേറൊന്നുമില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ സലഫി ഉലമാക്കൾ 3-ാമത്തെ വയസ്സിൽ LKG-യിലേക്ക് അയക്കുന്നതിന് എതിരാ. കാരണം അങ്ങനെ ഭാരം തൂക്കിയിട്ട് പോകേണ്ട പ്രായമല്ലാന്നത്. അത് ഉമ്മ എന്ന മദ്രസയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ട സമയമാണ്. 7 വയസ്സ് വരെ. 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ അധ്യാപനം ടീച്ചർ ഉമ്മയാണ് വീട്ടിന്റെ ഉള്ളിൽ. നമുക്കെല്ലാം അറിയുന്നതല്ലേ, കേട്ടു പഠിക്കുന്നതിനേക്കാളും ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പഠിക്കൽ കണ്ടുകൊണ്ട് കണ്ടിട്ടാണ്, ഉമ്മാനെ കണ്ടിട്ട്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ. ഇന്ന് ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പരിചയം ഇതാ, ഏറ്റവും പരിചയം. 8 മാസ പ്രായമുള്ള ഒരു കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞ് വിരല് നേരെ നിവർത്താൻ പറ്റുന്നില്ല, എന്നിട്ടും അതിനെ കൊണ്ട് വിളിക്കുന്നുണ്ട് ഫോൺ. ആരെ കണ്ടു പഠിച്ചതായിരിക്കും? ആ കുഞ്ഞ് ഏത് കേട്ട് പഠിച്ചല്ലോ. കേട്ടിട്ട് പഠിക്കാനുള്ള പ്രായമായില്ല, മാസങ്ങളെ പ്രായമായിട്ടുള്ളൂ. പക്ഷെ ആ കുഞ്ഞ് ചെയ്യുന്നുണ്ട്. നിലവിളിച്ച് കരഞ്ഞെടുക്കുമ്പോൾ ഈ സാധനം ഇന്ന് കൊടുക്കുമ്പോഴേക്കും കരച്ചിൽ അവിടെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം? 7 വയസ്സ് വരെ നമ്മളെ മക്കളുടെ ഏറ്റവും നല്ല ടൈമാണ്. ഉമ്മാന്റെ ഉപ്പാന്റെയും ചൂടേറ്റ് വീട്ടിന്റെ ഉള്ളിന്ന് വളരാനുള്ള സമയം. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, അത്രയും വയസ്സ് വരെ, 7 വയസ്സ് വരെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ചൂട് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 7 കഴിഞ്ഞ് 14 വരെയുള്ള ആ പ്രായത്തിൽ അവർക്ക് ഡാഡിയും മമ്മിയുമായി ഈ ഉപ്പയും ഉമ്മയും മാറില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സംസ്കാരത്തിലേക്ക് ആ കുഞ്ഞുങ്ങൾ മാറൂല 7 വയസ്സ് വരെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദീനിന്റെ ഒരു കാര്യവും 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളോട് പറയാൻ പറഞ്ഞിട്ടേയില്ല. പക്ഷെ 7 തൊട്ട് അടുത്തത് 14 വയസ്സ് വരെയാണ്. അത് കൽപ്പിക്കാനും നിർബന്ധിക്കാനും കുരുത്തക്കേട് കാണിച്ചാൽ അടിക്കാനും ഉള്ള പ്രായമാണ്. പക്ഷെ ആ സമയം നമ്മളിപ്പം മുത്തേ ചക്കരെ കൽക്കണ്ടി വിളിച്ചിട്ട് വിട്ടു. പക്ഷെ ആ 14 കഴിയുമ്പോഴേക്കും ആ ചക്കര നമ്മളെ കരയിപ്പിക്കാനും തുടങ്ങി. 7 തൊട്ട് 14 വരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സായാൽ അടിക്കണമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ റസൂൽ അങ്ങനെ പറയില്ല. ഒട്ടകത്തിനെ കറക്കുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു, നീ നഖം മുറിക്കലുണ്ടോ? ചോദിച്ചു, എന്താ റസൂല്? നീ നഖം മുറിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അതിര് ചിലപ്പോൾ വേദനിക്കും. മിണ്ടാപ്രായം കൊണ്ട് പരാതി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞത് അതിന്റെ ബാക്കി ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. 7 വയസ്സായാൽ കൽപ്പിച്ചു തുടങ്ങണം. കൽപ്പിക്കൽ എങ്ങനെയാ? നമ്മൾ എന്റെ ഉപ്പെപ്പം പറയുന്നുണ്ട്, ഡാഡിയും മമ്മിയും ആയതിനു ശേഷം ഡാഡിക്കും മമ്മിക്കും മക്കളെ പേടിയായി. ഉപ്പാക്കും ഉമ്മാക്കും പേടി ഉണ്ടാവില്ല. വ്യത്യാസം മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഉപ്പാക്കും ഉമ്മാക്കും പേടി ഉണ്ടാവില്ല. കുറെ പഴയ ഉപ്പമാരിലൂടെ. പക്ഷെ പുതിയ ഡാഡിക്കും മമ്മിക്കും അവരുടെ തന്നെ മക്കളെ പേടിയ. അതുകൊണ്ട് 7 വയസ്സായാൽ കൽപ്പിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യും വേണം. കൽപ്പനന്റെ ചെയ്തി മാറ്റി നിസ്കരിക്കടാ, ഒന്ന് നോമ്പ് നോക്കുമോനെ, അത് അമ്പറാവൂല.
അത് അമ്രാവൂല. പ്രിയപ്പെട്ടവരെ, യുവത്വത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉപ്പാക്കും ഉമ്മാക്കും വീട്ടിന്റെ ഉള്ളിൽ പണിയുണ്ട്. അതെടുത്താല് യുവത്വം സഹാബ പ്രായം പോലെ ആവുള്ളൂ, ഇല്ലെങ്കിൽ ആവൂല, ഉറപ്പാണ്. 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിക്കണം. മുഹദ്ദിസുകൾ പറഞ്ഞു, നിസ്കാരം പറയാൻ കാരണം അത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അമലായതുകൊണ്ട് ബാക്കി അമലുകളെല്ലാം അതിനോടൊപ്പം കിയാസാക്കണം. +1 +2 പഠിക്കുന്ന മക്കൾ അഥവാ യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന കൗമാരപ്പായക്കാർ സ്ഥിരമായി ളുഹർ നിസ്കരിക്കുന്നില്ല. ചോദിക്കുമ്പം പറഞ്ഞു, സ്കൂളിൽ നിസ്കരിക്കാനുള്ള അവസരമില്ല, അവിടെ ഇതിന്റെ സൗകര്യമില്ല. ഈ ഉമ്മാക്കും അറിയാം, ഈ പ്രായത്തിലുള്ള എന്റെ മോനും മോളും വർഷമായി ഇന്ന് വരെ ളുഹർ അതായി നിസ്കരിക്കുന്നില്ല. പക്ഷെ അവർക്കൊരു കൂസലുമില്ല, ഒരു കൂസലുമില്ല. 16 വയസ്സുള്ള മോള് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും സ്കൂളിലേക്ക് പോകുന്നത് ട്രൗസർ ഇട്ടിട്ടാ, അല്ലെങ്കിൽ പാവ എടുത്തിട്ടാ. ഇത് കാണുന്ന ഉപ്പാക്കും ഉമ്മാക്കും യാതൊരു വിഷയവുമില്ല. തീർച്ച അത് കഴിഞ്ഞവര് പോകുന്ന ആ പ്രായത്തിന് നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പിന്നെ അവരെടുത്ത് പ്രസംഗിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഉലമാക്കൾ പറഞ്ഞു, 7 തൊട്ട് 14 വരെ ഉപ്പയാവണം, ഉമ്മയാവണം. അങ്ങനെ പൂട്ടിയിട്ട് കൊണ്ടുവരണം. അവരാണ് യുവത്വത്തിലേക്ക് കടക്കേണ്ടത്. അടിക്കേണ്ട സ്ഥലത്ത് അവരെ അടിക്കുക തന്നെ വേണം. നീ എന്താ എന്നെ അടിക്കുന്ന എന്ന് ചോദിക്കുന്ന തരത്തിൽ ആവാതിരിക്കണമെങ്കിൽ അത് 7 വയസ്സ് വരെയുള്ള മദ്രസയിൽ നിന്ന് പഠിക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ വ്യാജന്റെ കുപ്പാനോട് അടിച്ചാൽ. രാവിലെ ഉപ്പ സുബഹിക്ക് പള്ളിക്കൊന്ന് വിളിച്ചാൽ അതെന്നെ പോയി ഞാൻ സ്കരിച്ചതാന്ന് പറയും. നോമ്പെടുക്കാൻ പറഞ്ഞാൽ അതെന്റെ സൗകര്യ, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാന്ന് പറയും. ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ പുതിയ കാലത്ത് ഇങ്ങനെയാന്ന് പറയും മക്കൾ. ഒന്ന് നേരെ ചൊവ്വേ നടക്കുപോലെ, നീ കഞ്ചാവിനൊന്നും പോകണ്ട, നീ കുറ്റക്കളൊന്നും കാണിക്കണ്ട, എനിക്ക് എന്റെ ജീവിതം നോക്കാൻ അറിയാം, അധികം കളിച്ചാൽ ജയിലില്ലാത്തെന്ന് പറയും മക്കള്. എന്തുകൊണ്ടറിയോ? 7 വരെ കൂടെ എന്നെ പോറ്റിയത് പുറത്താണ്. 14 വരെ വടി പിടിച്ചിട്ടുമില്ല, ചക്കയെ മുട്ടനാക്കി. അല്ലെങ്കിൽ ഡാഡിയും മമ്മിയും ആ മക്കളെ പേടിച്ചു, യുവത്വം നശിച്ചു. മുസ്ലിം ഉമ്മത്തിന്റെ ശബാബ് നശിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാവൂല. 100ൽ 90 പേരും യുവത്വത്തിൽ ഏറ്റവും അന്നേരത്തെത്തി കഴിയില്ല. അതിന്റെ കാരണം ഇതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിൽ യുവത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട ഹദീസുകൾ നമുക്കെല്ലാം ഒരുപാട് കേൾക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യം വരുന്നതിന് മുമ്പ് 5 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അതിനൊന്ന് ശബാബക ഖബ്ല ഹറമിക്. വയസ്സനാകുന്നതിന് മുമ്പ് യുവതികളെ യുവത്വത്തെ ഉപയോഗിച്ചോളൂ. വയസ്സാവും, എല്ലാവരും ആവും. ഈ വെള്ള നിറം അതിന്റെ അടയാളമാണ്. താടിയിലും മുടിയിലും വരുന്ന വെള്ള നിറം നിന്റെ ശബാബിയത്ത് കഴിഞ്ഞു എന്ന സൂചനയാണ്, താക്കീതുകാരനാണ്. അതുകൊണ്ട് കറുപ്പിക്കല്ലാതെ പറഞ്ഞ് പിന്നെ ഉപദേശിക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. പിന്നെ കണ്ണാടി നോക്കുമ്പം എന്റെ യുവത്വം തീരെയാണ്, ശ്രദ്ധിക്കണം എന്ന് പറയാൻ ആരുണ്ടാവില്ല. ഈ വെള്ള നിറം താടി രോമത്തിലും മുടിയിലും ഉമർ റളിയല്ലാഹു തആല അൻഹു അത് വെച്ചിട്ട് തീരാൻ പോവുകയാണ് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ആളെ വിളിച്ചിട്ടാവുന്ന കൂടെ തീരാൻ പോകുന്ന ഓർമ്മിപ്പിക്കാൻ. ശബാബക ഖബ്ല ഹറമിക്. വയസ്സനാവും, അതോടൊപ്പം അതിന് മുമ്പ് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൂടി. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമു ബിനി ആദം. ആദം സന്തതികളുടെ കാലുകൾ നാളെ മഹ്ശറിൽ ചെരിപ്പിക്കാൻ കഴിയൂല. ഹത്താ യുസ്അല അൻ അർബഅ വഫി റിവായത്തിൻ അൻ ഖംസ്. 4 or 5 കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഭൂലോകത്തുള്ള സർവരും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ, എന്നിട്ട് അനങ്ങാൻ കഴിയുള്ളൂ. അതിലൊന്ന് വഅൻ ശബാബിഹി ഫീമാ അബ്ല. യുവത്വം എന്താക്കി?
തൊട്ടു മുമ്പുള്ള ചോദ്യം ആയുസ് എന്ത് ചെയ്തു, ജീവിതം എന്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ചോദ്യം യുവത്വം എന്ത് ചെയ്തു. മുഹദ്ദിസുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് ആ സമയത്തിന്റെ പ്രാധാന്യം പറഞ്ഞല്ല, രണ്ടാമത് എടുത്തു പറഞ്ഞിട്ട്. കാരണം ആയുസ്സിന് പ്രായം വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു തന്ന ആയുസ്സിനെ പറ്റി അള്ളാഹു അക്ഷരത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെടുത്ത് കണക്കുണ്ടാവില്ല. കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവും, കുറെ നമ്മൾ മെയിൻഡാക്കി ചെന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ മറക്കും, അള്ളാഹു ഒന്നും മറക്കൂല. ഏൽപ്പിച്ചിരിക്കുന്ന എഴുത്തുകാര് കിറാമാണ്, മാന്യന്മാരാണ്, ഒന്നും വിട്ടാൽ. നമ്മളിപ്പോ പീടിപ്പോയി നോമ്പുറക്കാനുള്ള സാധനം വാങ്ങി 455 റുപ്യായി. അതായത് 460 റുപ്യ വണ്ടി കൊടുത്തു, ബാക്കി 5 ഒരു തപ്പീറ്റ് കിട്ടുന്നില്ല. നമ്മളെന്താ പറയാ സാധാരണ, അത് കൂട്ടിപ്പോ പിന്നെ എടുക്കാം. ഇനി പീഡിക്കാൻ ചിലപ്പോ ഇങ്ങോട്ട് 75 പൈസ ബാക്കിയുണ്ട്, എന്തെയുമായി ചില്ലറിയുന്നില്ല, കോട്ടെ കുഴപ്പമില്ല, ഞാൻ വിട്ടു. നമ്മൾ പലതും വിടും. പക്ഷെ ഈ മരത്തിന് ഒരു സ്വഭാവമുണ്ട്, അങ്ങനത്തെ കണക്കുന്ന ഒരു വിടൂല. അതാണ് കിറാമുൻ കാത്തിബീൻ. ഏതെങ്കിലും ആളോട് പാവം ആയിപ്പോയതല്ലേ, പറ്റിപ്പോയതല്ലേ, അതുകൊണ്ട് എഴുതണ്ട, അത് തോന്നൂല. അല്ലെങ്കിൽ വേറെ ആളോടെങ്കിലും ഇവൻ കുറച്ച് കുരുത്തം കെട്ടവനാണ്, ഇവൻ ഒന്ന് ചെയ്താലും 10 എണ്ണത്തിൽ അങ്ങ് എഴുതിക്കളയാം, അതുമില്ല. കിറാമുൻ കാത്തിബീൻ, മാന്യന്മാരാണ്, ഒന്നും വിട്ടിട്ടുണ്ടാവില്ല. 50 വയസ്സ്, 40 വയസ്സ്, 35 വയസ്സ്, 60 വയസ്സ് വരെ ജീവിച്ച ആളുകളുടെ പ്രായപൂർത്തിക്ക് ശേഷം അവരിൽ ദുനിയാവിൽ ജീവിച്ച ഓരോ സെക്കൻഡിന്റെയും കണക്ക് വളരെ കൃത്യമായി ആ കിതാബിലുണ്ട്. നമ്മള് ഒരു കൊല്ലത്തിന് മുമ്പുള്ള ചോദിച്ചാൽ മറന്നിട്ടുണ്ടാവും, പക്ഷെ കിതാബിൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു പറയാൻ കാരണം, ആ കിതാബ് കൈമത്തന്നിട്ട് പറയും പറയും, ഉച്ചയായതുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കു വരും. കിതാബ് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ചോദിക്കാനും പറയാനൊന്നുമില്ല, ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇതാ കിതാബ്, വായിച്ചോടി, അതെന്നെ ഹിസാബ്. ആ കിതാബ് വായിച്ചോ, അത് തന്നെയാ നിന്റെ ഹിസാബ്. ഇത് കൈമക്കെട്ട് വായിക്കാൻ തുടങ്ങുമ്പോഴാണ് പറയുക, കിതാബ്, ഇതൊന്നൊരു കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വിട്ടില്ല, വലുതും വിട്ടില്ല. നമ്മൾ പലതും വലുത് വരെ പണ്ടേ വിട്ടുപോയതാണ്. പക്ഷെ അതിന് ചെറുതുണ്ട്, വലുതുണ്ട്, എല്ലാം ഉണ്ട്. അന്തം വിട്ട് നിൽക്കും. അള്ളാഹു പറയും, ഇതെന്നെ ഹിസാബ്. ചോദ്യം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ കിട്ടിയ ആ യുവാക്കളെ അങ്ങനെ വളർത്തിയെടുത്ത്. നമ്മളെ പാഠം അവരാണ്, നമ്മളെ പാഠം മദീനയിലെ ആ യുവാക്കളാണ്. ഇന്ന് കാണുന്ന യുവാക്കളല്ല. ഇവരാരും നമുക്ക് മാതൃകയല്ല. നമുക്ക് എല്ലാ അർത്ഥത്തിലും മാതൃക ആ യുവാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് മദീനയിൽ യുവാക്കളെയാണ്, വയസ്സന്മാരല്ല. മദീനത്തുള്ള ഔസ് ഖസറജ് ഗോത്രക്കാര്, അറബി ഗോത്രക്കാര് പരസ്പരം യുദ്ധവും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് യുദ്ധം നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനോടനുബന്ധിച്ച് ഒരു പുതിയ യുദ്ധം ഉണ്ടാക്കി. ബിആത്ത് യുദ്ധം, താരീഖ് വായിച്ച കാണാം. ബിആത്ത് യുദ്ധം. ആ യുദ്ധം ഔസും ഖദറും തമ്മിൽ ഏകദേശം വർഷങ്ങളായിട്ട് നടന്നു വരിക. അവസാനത്തെ യുദ്ധത്തില് ഔസിന്റെയും ഖസറജിന്റെയും തലനറച്ച മുതിർന്ന നേതാക്കന്മാര് മുഴുവനും കൊല്ലപ്പെട്ടു. എല്ലാവരും ഒറ്റൊരുത്തം ബാക്കിയായി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിക്കിന്റെ നേതാവ്. നേതാക്കന്മാരിൽ മരിച്ച സമയത്ത് ഒരു ചാൻസ് ആയി കണ്ടിട്ട് ഇയാള് നേതാവാകാൻ കാത്തിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തേക്ക് വരുന്നതും ഈ യുവത്വത്തിന്റെ പട അങ്ങനെ തന്നെ റസൂലുള്ളാഹിലേക്ക് പോയിട്ട് റസൂലുള്ളാഹി തങ്ങൾ രാജാവാക്കുന്നതും. അതാ മൂപ്പർക്ക് അസൂയ വന്നതും ദേഷ്യം വന്നതും അയാളിൽ നിഫാഖ് ഉണ്ടാവാനുമുള്ള ഒരു കാരണം. പക്ഷെ അള്ളാഹു എന്ന അള്ളാന്റെ റസൂലിനെ കൊടുത്തത് യുവാക്കളെയാണ്. ഒറ്റ വയസ്സന്മാരൊന്നും മദീനത്തില്ല.
അഖബ ഉടമ്പടിയിൽ 75 പേര് വന്നു മദീനത്തുനിന്ന്. 73 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ആ 73 പുരുഷന്മാരും ചെറുപ്പക്കാരാണ്, 30ന്റെ അപ്പുറത്ത് വയസ്സുള്ളവർ. എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം യുവത്വത്തെ അങ്ങനെ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ദുനിയാവ് കാണുമ്പോൾ തന്നെ, ദുനിയാവിന്റെ ആൾക്കാർ കാണുമ്പോൾ തന്നെ ഇസ്ലാമും യുവത്വത്തെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാള് മദീനയിലെ തങ്ങളുടെ വരവിന് മുന്നോടിയായിട്ടൊന്ന് ഒരുക്കാൻ ഒരു സഹാബിയെ നിയമിച്ചയച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വയസ്സ് 18ന്റെയും 20ന്റെയും ഇടയിൽ. വയസ്സ് 18ന്റെയും 20ന്റെയും ഇടയിൽ അയച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നതിന് മുമ്പ് മദീനത്തിൽ ചെന്ന് അവർക്ക് ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത് തങ്ങളുടെ വരവാനുമ്പോഴേക്കും മദീനയെ പാഠപ്പെടുത്താൻ ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനെ മദീനത്തേക്ക് ഒന്നാം റസൂൽ അയക്കുമ്പോൾ മക്കത്ത് അബൂബക്കറും ഉമറും ഉസ്മാനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അതേപോലെ തന്നെ പേരപ്പെട്ട സഹാബാക്കളും പലരുണ്ട്. പക്ഷെ തങ്ങൾ കണ്ടത് ഈ 18കാരനെയാണ്. ഇന്ന് എന്റെയും നിങ്ങളെയും വീട്ടിലുള്ള 18കാരനോട് ദീനിന്റെ കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും എന്റെ മറുപടി? നമ്മൾ വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ, വെറുതെ നോട്ടീസിൽ വിഷയം വെക്കാനുള്ളതല്ല. എന്റെയും നിങ്ങളെയും വീട്ടിലുള്ള 18കാരനെയും മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ആ 18കാരനെയും ചോദ്യം ചെയ്തിട്ട് പഠിക്കണം. എന്നിട്ട് എവിടെ ഉണ്ട് നോക്കണം. ദീനിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ അല്ല. ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് ചർച്ചയില്ല. ദീനിന്റെ കാര്യത്തിൽ എവിടെ ഉണ്ട് നോക്കണം. മുസ്അബ് ഇബ്നു ഉമൈർ ഒന്നുമില്ലാത്ത പട്ടിണിപ്പാവമായ ഏതൊരു പാവപ്പെട്ട കുടുംബത്തിലെ മെമ്പറും അല്ല. അന്ന് മക്കത്തെ ഏറ്റവും വലിയ പണക്കാരി പെണ്ണിന്റെ മോനാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. കോടീശ്വരനാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നതിന് ശേഷം മുസ്അബ് മദീന പള്ളിയിലെ സദസ്സിലേക്ക് കയറി വരികയാണ്. എന്താ വസ്ത്രം അറിയോ? ഇഹാദത്തു കബിശിൻ, ഒരാട്ടിന്റെ തോല്. ഉടുത്തത് ഒരാട്ടിന്റെ തോല്. നമ്മുടെ യുവാക്കൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു വേഷവിധാനം. മേലെയുള്ളത് ഒരു കരിമ്പട പുതപ്പ്. ഈ വരവ് കണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണു നിറഞ്ഞ് കരഞ്ഞു. പോയുള്ള സഹാബാക്കൾ കരഞ്ഞുപോയി. തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅഅലമു മുസ്അബൻ, എനിക്കറിവുണ്ടായിരുന്ന ഒരു മുസ്അബ് ഉണ്ടായിരുന്നു മക്കത്ത്. അന്നവൻ ധരിച്ച വസ്ത്രം പോലെ മക്കയിൽ ആരും വസ്ത്രം ധരിച്ചിട്ടില്ല. കാരണം നിന്റെ പണക്കാരന്റെ മോനാണ്. അന്ന് മുസ്അബ് ഉപയോഗിച്ചിരുന്ന സുഗന്ധം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കത്തെ പെൺപിള്ളേർ പറയും മുസ്അബ് പലക്കും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സുഖിയനായി ജീവിച്ച ചെറുപ്പക്കാരൻ 20ാമത്തെ വയസ്സിലാണ് ഉഹദിൽ ഷഹീദാവുന്നത്. അങ്ങനെ 20ാമത്തെ വയസ്സിലാണ് ഉഹദിൽ ഷഹീദാവുന്നത്. അതിനു മുമ്പ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധകനായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നിയമിച്ചുവെങ്കിൽ ആ വയസ്സിൽ മുസ്അബ് ഉണ്ടാക്കിയ ദീൻ ഇന്നത്തെ ചെറുപ്പത്തിന് സ്വപ്നം മാത്രം. എന്ത് പറഞ്ഞാലും അയ്നല്ലാഹ് ചോദിച്ചൊക്കെ യുവാക്കളോട്, അയ്നല്ലാഹ് അവനറിയില്ല. മൻ റബ്ബുക്, അവൻ ഉത്തരവില്ല. മൻ നബിയുക്, അവൻ ഉത്തരവില്ല. വമാ ദീനുക്, നിന്റെ ദീനേതാ? നീ എന്തിനാ ഇസ്ലാമിനെ സ്വീകരിച്ചത്? മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ആരാ? അതിന് മറുപടി പറയാൻ 18കാർക്കും 20കാർക്കും 30കാർക്കും ഇന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ കളവല്ല, സത്യമാണ്. ചോദിച്ചോക്ക്, വിളിച്ചിരുത്തിട്ട് ചോദിച്ചോക്ക്. ശൈഖുൽ ഇസ്ലാം ഇബ്നു വഹബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, 3 കാര്യം അറിയൽ നിർബന്ധമാണ്. ഒന്ന്, മഅരിഫത്തുൽ അബ്ദ് റബ്ബ, റബ്ബിനെ പറ്റിയുള്ള മഅരിഫത്ത്. എത്ര പിള്ളേർക്ക് ഉണ്ടാവും? ദുനിയാവ് പഠിക്കുന്നുണ്ട്, എഞ്ചിനീയർ, MBBS, IAS, MTech, BTech, അത് ഇത് മറ്റ് മറിച്ച്. അയാൾക്ക് ഇഷ്ടം പോലെ നമ്മൾ ഉപ്പുമാരി പൈസ കൊടുക്കുന്നത്, ലക്ഷങ്ങൾ ചെലവാക്കുന്നത്, ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിക്കുന്നത്, പോവാൻ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, നമ്മളെ സമയം, നമ്മുടെ ഊർജം എല്ലാം. വല്ലാഹി സുമ്മ വല്ലാഹി, ആ മക്കളോടുള്ള ഹക്ക് ഒരിക്കലും ആ ഉപ്പ പൂർത്തിയാക്കിയിട്ടില്ല. ആ മോനോട് നിന്റെ റബ്ബാലി എന്ന് പഠിപ്പിക്കുന്നവരെ. റബ്ബിനെ അറിയാത്ത യുവാക്കൾ കല്യാണത്തിന്റെ വീട്ടില് കോമാളിത്തന്നെ കാണിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല.
അള്ളാഹു ആലി എന്ന ഖദർ കൽബിലില്ലാത്ത ചെറുപ്പം അവൻ അന്ന് കൊടുത്ത കാലുകൊണ്ട് ആടി തിമിർത്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുസ്അബ് ഇബ്നു ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ നിന്ന് അള്ളാഹനെ പഠിച്ചു. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി മുസ്അബായി സഅദ് ഇബ്നു മുആദ് ഒരു കുന്തം പിടിച്ചിട്ട് വന്നു മദീനത്ത്. ഉസൈദ് ഇബ്നു ഖുദൈറിന്റെ വീട്ടിലാണ് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു താമസിക്കുന്നത്. സഅദിനോട് പോയി താഴെ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, അവൻ പുതിയ ഏതോ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവന്റെ വാചക കസർത്തിൽ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ചെറുപ്പമാവേണ്ടതെന്നായി പറയുന്നു. കഥ പറയുന്നതല്ല എന്റെ ലക്ഷ്യം, കഥ പറയുന്നതല്ല എന്റെ ലക്ഷ്യം. യുവാക്കള് ഒന്ന് നഫ്സിനോട് ചോദിച്ചാൽ മതി, എന്താ അറിയരുത് ദീനെ പറ്റി, എനിക്ക് എന്തറിയാന്ന് ദീനെ പറ്റി. ദുനിയാവിനെ പറ്റിയല്ല, അതിനെപ്പറ്റി ഇഷ്ടംപോലെ അറിയാം, എല്ലാവർക്കും അറിയാം, അതിന്റെ ചർച്ച നമുക്കില്ല. കാരണം ദുനിയാവിന്റെ അറിവ് അസ്ബാബാണ്, ജോലി ചെയ്യാൻ, ശമ്പളം വാങ്ങാൻ, ദുനിയാവിൽ ജീവിക്കാൻ, ആവശ്യം പൂർത്തിയാക്കാൻ. അതിന് മാത്രമേ ദുനിയാവിന്റെ അറിവ് ഉപകാരപ്പെടുള്ളൂ. അതിന്റെ അപ്പുറത്താണ് ദീൻ, അത് ആഹ്റത്തിലേക്കുള്ളതാണ്. അതിനെപ്പറ്റി എന്തറിയാന്ന് ചോദിക്കാൻ നഫ്സിനോട്. സഅദ് ഇബ്നു മുആദ് ഒരു കുന്തോടിച്ചിട്ട് വന്നു. ആരാണ് മുസ്അബ്? ഏതാ നാട്? മക്ക. വന്നതെന്തിനാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരും, നിന്നെ ഇവിടെ കാണാൻ പാടില്ല. ഉസൈദ്, നിന്റെ വീട്ടിൽ രാത്രി മുസ്അബ് താമസിക്കാറുണ്ടെങ്കിൽ വീട് ഞാൻ കത്തിച്ചു കളയും, മക്കത്തേക്ക് കയറ്റിവിട്ടോളണം. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ്, നീ കുറച്ച് സമയം നിങ്ങൾ ഒന്ന് ഇവിടെ ഇരിക്കുമോ? 20 വയസ്സിന്റെ ഇപ്പുറത്തെ പ്രായം മുസ്അബ് ഇബ്നു ഉമൈർ. കുറച്ചൊന്നും ഇവിടെ ഇരിക്കുമോ? എന്നിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇന്നെ മക്കത്തേക്ക് ഒട്ടകം വിളിച്ചിട്ട് പോകും. ഇനി അതല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാര്യബോധമുള്ള ആളല്ലേ, നിങ്ങൾ എന്താ തീരുമാനിക്കും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കാഫിറാണ്. ആ കുന്തം അവിടെ മണ്ണിൽ കുത്തി അത് പിടിച്ചിട്ട് അവിടെ ഇരുന്നു, ചമ്രം പിടിച്ചിരുന്നു. പറഞ്ഞു മുസ്അബിനോട്, അത് ഈ പറഞ്ഞ ഞാൻ കേൾക്കട്ടെ. ആ 18-കാരൻ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തി ആ സഅദ് ഇബ്നു മുആദ് എന്ന ഖസറജ് ഗോത്രത്തിന്റെ നേതാവിന്റെ മുമ്പിൽ. അതാണ് പാഠം. അവിടെയാണ് നമ്മൾ ചെറുപ്പക്കാരെ ചിന്തിക്കേണ്ടത്, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു മുസ്ലിമിനെ കാണുമ്പോ ഓന്റെ കൈ പിടിച്ചിട്ടിടാ, ഇത് കൊടുക്കാൻ പാടില്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല, ദീനെതിരാ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ വരെ നമ്മളെ യുവത്വത്തിൽ ഇതുവരെ വന്നിട്ടില്ല. സഅദ് കേട്ടു, പ്രസംഗം കേട്ടു, പ്രസംഗം കഴിഞ്ഞു. സഅദിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഐന അജിദു മുഹമ്മദ, നീ പറഞ്ഞ മുഹമ്മദിനെ എവിടെ പോയി എന്നെ കാണാൻ പറ്റിയ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുന്ന ഇരിപ്പിൽ മുസ്ലിമായി നേരെ ഖദീജ ഗോത്രത്തിനടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നേതാവല്ലേ? അതെ. എന്നെ പറ്റി എന്തെങ്കിലും മോശമായ അഭിപ്രായം ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ ഇതാ മുസ്ലിമായിരിക്കുന്നു, നിങ്ങളും ആവണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മുണ്ടൂല. ആ ഗോത്രം മുഴുവനും മുസ്ലിമായി. കാരണക്കാരൻ ആ ചെറുപ്പക്കാരൻ. നമ്മൾ ഓടാണ് ദുനിയാവിന്റെ പുറകിൽ, ദുനിയാവിന്റെ പഠിത്തത്തിന്റെ പുറകിൽ. പഠിച്ചോളി, കുഴപ്പമൊന്നുമില്ല, പഠിക്കും വേണം, ഡിഗ്രിയും വേണം, അതും വേണം, MBBS IAS IPS എല്ലാം എടുത്തോളി. പക്ഷെ അതിന്റെ അപ്പുറത്ത് മുസ്അബിനെ പോലത്തെ ഒരാളും കൂടി ഉള്ളിൽ ഉണ്ടാക്കണം ഈ പ്രായത്തിൽ. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ സാധ്യമേ അല്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ദീനുൽ ഇസ്ലാം പറഞ്ഞു കൊടുത്ത ആ മുസ്അബ് 20-ാമത്തെ വയസ്സിൽ ഉഹദിൽ വെച്ച് ഷഹീദായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമ്മുടെ ശുഹദാക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഹംസയെയും മുസ്അബിനെയും കണ്ട അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. മുസ്അബിന്റെ അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ആ ശരീരം ഒന്ന് കഫം പുതിയാൻ വേണ്ടി നോക്കുമ്പോ ഉടുത്ത ഒരു തുണി മാത്രമേ മുസ്അബിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ളൂ, വേറെ ഒന്നും മുസ്അബിന്റെ കയ്യിലില്ല, സ്വത്തായിട്ടൊന്നുമില്ല, ഒരൊറ്റ ഒരു തുണി. അങ്ങനെയാണ് ആകണമെന്നല്ല ചെറുപ്പക്കാരോട് പറയുന്നത്. പക്ഷെ ആ ചെറുപ്പക്കാരനെ ഓർക്കണം എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തല മറച്ചോളിൻ, കാലിന്റെ ഭാഗത്ത് ഇൽഖർ പുല്ല് പറിച്ച് മറച്ചിട്ട് കഫൻ പൊതിയൻ, എന്നിട്ട് എന്നെ വിളിക്കും. അവൻ അതേപോലെ ചെയ്തു. തുണി കൊണ്ട് തല മറച്ചു, കാലില് പുല്ല് വെച്ച് കെട്ടിയിട്ട് മറച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, മുസ്അബിന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ ചില ആളുകളുണ്ട്, അതിൽപ്പെട്ടതാണ് മുസ്അബ് ഇബ്നു ഉമൈർ. വയസ്സ് 20 റളിയല്ലാഹു അൻഹു.
ആ സിയാസവനൊക്കെ അറിയും പോലെ മുസവനെ ഈ ചെറുപ്പം അറിഞ്ഞിരുന്നെങ്കിൽ, ദുൽഖർ സൽമാന്റെ ബേക്ക് പോകുന്ന ആ പൂക്ക് മുസ്തബിൻ ഉമറിന്റെ ബേക്ക് പോയിരുന്നെങ്കിൽ, വഅൻ ശബാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുവാക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ പ്രായം അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്ന പ്രായം. അഥവാ മുസ്തബിനോട് അല്ലാഹു ചോദിച്ചാൽ ഒരു മറുപടിയല്ല, ഒരു കോട്ട് മറുപടി പറയാനുണ്ട് മുസ്തബിൻ ഉമറിന്. യുവത്വം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മക്കയിലെ മദീനയിലെ മണലുകൾ സാക്ഷിയാകും. മുസ്തബിൻ ഉമർ എന്ന ആ ചെറുപ്പക്കാരന്റെ ദീനിന് സാക്ഷിയാണ്. പാഠമാണ് പ്രിയപ്പെട്ടവരെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്തബ് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ വയസ്സ് 30. നമ്മളൊക്കെ പ്രായം ഇനി 10 വയസ്സുള്ള എല്ലാവരും ഉള്ളത് 30, 25, 30 മുകളിലുള്ള ആൾക്കാർ. സഅദ് ഇബ്നു മുആദിന് 30 വയസ്സ് പ്രായം. 35-ാമത്തെ വയസ്സിൽ ഖന്തക്കിൽ നിന്ന് ഏറ്റ അമ്പ് ശരീരത്തിന്റെ വ്രണമുണ്ടാക്കി പനി പിടിച്ച് അദ്ദേഹം ഷഹീദായി. 35-ാമത്തെ വയസ്സിൽ 5 കൊല്ലം ജീവിച്ച് സഅദ് ഇബ്നു മുആദ് 5 കൊല്ലം. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 38 കൊല്ലായി. നിങ്ങൾ 30, 25, 40, 50, 60 കൊല്ലായിട്ട് നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കാൻ. സഅദ് 5 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ്. സഅദ് മരിച്ചപ്പം അല്ലാഹുവിന്റെ അർശൊന്ന് വിറച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതെന്തിനാണെന്നറിയോ? സഅദിന്റെ വരവിലുള്ള സന്തോഷം കൊണ്ട് മലായികത്ത് തസ്ബീഹ് പറഞ്ഞപ്പം ഉണ്ടായ പറയലാണ്. എന്തായിരിക്കും 5 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുണ്ടാവുക? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദിനോട് അല്ലാഹു വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, സഅദ് നീ എന്താക്കി നിന്റെ യുവത്വം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയാനുണ്ടാവുക? എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്താ പറയാനുണ്ടാവുക? നിങ്ങൾ എന്തായിരിക്കും അല്ലാഹുവോട് പറയുക? നമുക്ക് തറാവീഹ് നിസ്കാരത്തിന് വരെ നെരിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, കാലിന് ബലം പോരാ. തറാവീഹിന് കൃത്യമായിട്ട് നിൽക്കാൻ നമുക്ക് കാലിന് ബലം പോരാ. ജിമ്മിൽ പോക്കുണ്ട് ചെറുപ്പക്കാർ. രാവിലെ ജിമ്മിൽ എത്ര മണിക്കൂർ പോകൂടാ? 2 മണിക്കൂർ പോകും. അപ്പൊ നീ 2 മണിക്കൂറേ ഉള്ളൂ, ഞാൻ 3 മണിക്കൂറെല്ലാം പോക്കുണ്ട്. എനിക്ക് വേദനയൊന്നുമില്ലേ? 2 ദിവസമല്ലേ വേദന പോലെ ഒരാഴ്ച നമുക്ക് എന്നെ പോയി എന്റെ റാഹത്താവും. പിന്നെ കണ്ണാടി മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ വിളിക്കും, പിന്നെ ടെസ്റ്റ് ഇങ്ങനെ നോക്കാം, റാഹത്തായി. തറാവീഹി 3/4 മണിക്കൂർ കഴിഞ്ഞൊരു 5 മിനിറ്റ് കൂടിയപ്പം ചെറുപ്പക്കാരൻ ചോദിച്ചു സെക്രട്ടറിനോട്, വേറെ ഇമാമൊന്നുമില്ലേ? പയ്യാതെ ഇങ്ങനെ ഓതുന്നു. നിൽക്കാൻ കഴിയുന്നില്ല, കാലിന് വേദന. ആദ്യത്തെ 5 ദിവസം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെറുപ്പക്കാരെ തൊപ്പിയെല്ലാം വെച്ചിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. 7-ാം ദിവസം ആയപ്പോഴേക്കും അങ്ങ് ലാസ്റ്റ് എത്തി. പിന്നെ ആദ്യത്തെ 10 കഴിഞ്ഞപ്പോഴേക്കും ഇമാമ റുക്കൂപ്പം ഓടി വന്നിട്ട് കെട്ടിട്ടൊരു പോക്കായി. ലാസ്റ്റ് 10-ആകുമ്പോഴേക്കും പിള്ളേർ പള്ളിയിലില്ല, നിസ്കരിക്കാൻ വയ്യ, കാല് വേദന, നടുവണങ്ങുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട പ്രായത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമയം വരും, വീട്ടിലുള്ള നരബാധിച്ചവരോട് ചോദിച്ചു നോക്ക്, നിസ്കരിക്കണോ? ആ വേണം പോലെ ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല എന്ന് പറയും. നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈമാനും ഇഹ്തിസാബും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ പ്രിയപ്പെട്ട യുവാക്കൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ആ ഈമാനും ആ ഇഹ്തിസാബും ദുനിയാവിന്റെ ഓട്ടത്തിൽ ഇഷ്ടം പോയിട്ടാണ്. ഈമാനും ഇഹ്തിസാബും എങ്ങനെ രാത്രി കൊണ്ട് നിൽക്കേണ്ടത്? എന്റെ റബ്ബിനോട് കൽപ്പിച്ചതാണ്. ഈ കാല് തന്ന റബ്ബിനോടുള്ള നന്ദിയാണ് തറാവീഹിലുള്ള 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള നൃത്തം. അത് ആദ്യത്തെ നോമ്പിന് 1 മണിക്കൂർ നിന്നതെങ്കിൽ 2-ാമത്തെ 10-ൽ 1.5 മണിക്കൂറായിട്ട് കൂടണം തറാവീഹിന്റെ നീളം. ലാസ്റ്റ് 10-ൽ അത് 2 മണിക്കൂറായിട്ട് കൂടണം. അതാണ് ഈമാനും ഇഹ്തിസാബൻ. ഈമാനും ഇഹ്തിസാബൻ. നമ്മൾ നേരെ ഉൾട്ട, ആദ്യ 1 മണിക്കൂർ ആവേശത്തിന്, പിന്നെ 3/4 മണിക്കൂറായി, പിന്നെ ഇമാമെന്നെ തളർന്നിട്ട് 35 മിനിറ്റോടെ എല്ലാം ഖലാസ് യാ അല്ലാഹ് പോയിക്കോടി, കഞ്ഞു പിടിച്ചിട്ട് ഉറങ്ങിക്കോ. അല്ല, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. എടാ യുവാക്കളെ, ആരോഗ്യം ഉണ്ടായിട്ടേ, കാലിന് നല്ല പവർ ഉണ്ടായിട്ടേ എന്താ നിൽക്കാൻ ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. വഹ്തിസാബൻ. ചെറുപ്പക്കാര് കച്ചവടം തുടങ്ങിയെന്ന് വെച്ചു, ഡ്രസ്സിന്റെ ഷോപ്പ് തുടങ്ങി. പെരുന്നാളിന്റെ രാത്രി എത്ര ഉണ്ടാവും ലാഭം? നിങ്ങൾ കണ്ണൂർ ഇപ്പൊ കച്ചവടക്കാരല്ലേ, പറയും എത്ര ലാഭം ഉണ്ടാവും പെരുന്നാളിന്റെ രാത്രി? എത്ര പൈസന്റെ കച്ചവടം ഏകദേശം നടക്കും? ഒരു തുണിക്കടയിൽ, ഒരു സാധാ സ്ഥിര തുണിക്കടയിൽ ഒരു 2 ലക്ഷമൊക്കെ നടക്കൂലേ?
2 ലക്ഷം, ഒരു 3 ലക്ഷം കൂട്ടിക്കോ. 3 ലക്ഷം നടന്നപ്പം ചെറുപ്പക്കാരൻ എന്തായിരിക്കും ചിന്തിക്കാം? മാഷാ അല്ലാഹ്, മോശമില്ല. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് തുറന്നു, അന്ന് നോക്കുമ്പോ 4 ലക്ഷം ലാഭം. കുറച്ചും കൂടി ആവേശമായി. പിറ്റേന്ന് പീടിക പൂട്ടിയിട്ടേ ഇല്ല, നോക്കുമ്പോ 6 ലക്ഷം രൂപ ലാഭം. അതിന്റെ അപ്പുറത്തെ ദിവസം ഓൻ തുറക്കോ പൂട്ടുവോ? പീടിയെ തുറക്കോ അതല്ല പീടിയെ പൂട്ടുവോ? എന്തായിരിക്കും ചെയ്യാ? ഓൻ തുറക്കും. കാരണം ഇന്നലെ 6 ലക്ഷം കിട്ടിയതാണ്, 2 തുടങ്ങിയതാണ്, ഇപ്പൊ 6 ലക്ഷമായി. അതാണ് ഇഹ്തിസാബ്, അതാണ് ഇഹ്തിസാബ്, ആശ. നമുക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ ഇഹ്തിസാബ് ഉണ്ട്, കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടി 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 പോകും. രാത്രി ഉറക്കില്ല, ഇടയിൽ നോമ്പൂരിക്കണ്ടേ, അല്ല മുറിച്ചിപ്പോയി വെള്ളം കുടിച്ച്, കസ്റ്റമർ വരുന്നുണ്ട്, തിരക്കോട്ടി തിരക്ക്, ഇഹ്തിസാബ്. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇഹ്തിസാബ് വേണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് തീരെയില്ല. ആദ്യത്തെ ദിവസം ഉണ്ടായിനി, പിന്നെ നമുക്ക് കുറഞ്ഞ് 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 പിന്നെ തീരും. ചോദിച്ചാൽ പറയും സുന്നത്തിന്റെ വൈ. അങ്ങനെ തറാവീഹ് നിസ്കാരം സുന്നത്തിന്റെ വൈ, അത്രേ ഉള്ളൂ, സുന്നത്തന്നെ. ആരും നിർബന്ധിക്കൂല, ആരും നിർബന്ധിക്കൂല, ആരും താശിപ്പിക്കൂല. പക്ഷെ ഉടമസ്ഥന്റെ അടിമ മനസ്സുകൊണ്ട് പറയും, എന്റെ റബ്ബ് എനിക്ക് തന്ന 2 കാലിന്റെ ആരോഗ്യത്തിലുള്ള നന്ദിയാണ് ഈ നിൽപ്പ്. പകരം എനിക്ക് എന്റെ റബ്ബ് തരും. ഇന്ന് 10, നാളെ 20, പിന്നെ 40, പിന്നെ 60. അവസാനത്തെ രാത്രിയാകുമ്പോഴേക്കും കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും എന്റെ റബ്ബ് തരുമെന്ന വാഗ്ദാനമുണ്ട്. അതാണ് ഇഹ്തിസാബ്. കുറക്കൂല, കൂട്ടിക്കൊണ്ടേ പോകും. അതാ സഹാബാക്കളുടെ മാതൃക. വിഷയം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അമൽ ചെയ്യലിനാണ് മാതൃക. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ മനുഷ്യനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് യുവാവ്, മക്കത്തുനിന്നേ കൂടെ റസൂലുള്ളാഹിന്റെ ഇത്രയുള്ള ഇബ്നു മസ്ഊദിന്റെ കാല്, ഇബ്നു മസ്ഊദിന്റെ എന്തെല്ലാം കാലിന്റെ ഒരു ഇത്ര ഉണ്ടാവും. ഇബ്നു മസ്ഊദിന്റെ കാല് ഈർക്കിൽ പോലത്തെ മനുഷ്യൻ. ഇത്ര ഡ്രസ് ഇടുക, നിഷ്പുസ്ത സുന്നത്തായ രീതിയിൽ. ബാക്കി കാല് സഹാബാക്കൾ കാണും. ഒരു ദിവസം സഹാബാക്കൾ പറയാൻ, ഇബ്നു മസ്ഊദ് അറാക്ക് വലിക്കാൻ വേണ്ടി മരത്തുമ കയറി, കമ്പ് വെട്ടാൻ. അപ്പൊ കാറ്റ് വന്നപ്പോ കൊമ്പിങ്ങനെ ആടി. ഇബ്നു മസ്ഊദ് അതിന്റെ കൂടെ ഇങ്ങനെ ആടി. ആള് മെലിഞ്ഞ ആള്, ഒട്ടിയാള്, ഇറച്ചിയില്ല. ഇത് കണ്ടപ്പോ ചങ്ങായിമാര് ചിരിച്ചു, സ്വാഭാവികം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ചിരിച്ചേ കണ്ടു. തങ്ങൾ ഓടി വന്നു, എന്നിട്ട് പറഞ്ഞു, ചിരിക്കൊന്നും വേണ്ട, ഇബ്നു മസ്ഊദിന്റെ ആ 2 കാലുകൾ നാളെ മീസാനിൽ ഉഹദ് മലയേക്കാളും ഭാരമുള്ള കാലുകളാണ്. എന്തായിരിക്കും ഭാരം കൂടാൻ കാരണം? ഇബ്നു മസ്ഊദിന്റെ മെലിഞ്ഞ ആ 2 കാലുകൾ ചെയ്ത അമലിന്റെ ഭാരമാണ്. ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ, നമ്മൾ നോമ്പ് നോക്കി 4ാമത്തെ നോമ്പായി. ഈ 6 ദിവസത്തെ നമ്മളുടെ അമലുകളുടെ ഒരു കണക്കൊന്ന് എടുത്ത് നോക്കി പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. പള്ളിയിൽ ഉള്ളിൽ എത്ര ഉണ്ടായിനി, പുറത്ത് എത്ര ഉണ്ടായിനി, നോമ്പ് എങ്ങനെ ഉണ്ടായി, തറാവീഹ് എങ്ങനെ ഉണ്ടായി, ഒരു കണക്കെടുത്ത് നോക്കി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ യുവാക്കൾ പാഠമാവണം നമുക്ക്. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തില്, ആദർശത്തിന്റെ കാര്യത്തില്, അമലുകളുടെ കാര്യത്തില് മുൻപന്തിയിൽ വരേണ്ടത് ഈ പ്രായത്തിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പാത്രത്തിലും മാധ്യമത്തിലും അതേപോലെ ടിവിയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും യുവാക്കൾ അങ്ങനെ തന്നെ നമുക്കറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. മാറണമെങ്കിൽ അവരെ മാതൃകയാക്കി മാറിയേ പറ്റൂ, എന്നാലേ രക്ഷയുള്ളൂ. കാരണം ഒരു ദിവസം പോവേണ്ടി വരും, ഉറപ്പാണ്, അത് ഉറപ്പാണ്. ഓരോ ഉമ്മ പ്രസവിച്ച മക്കളും, ഉമ്മ പ്രസവിക്കേണ്ട ആരും ഉണ്ടായിട്ടല്ലോ, അതിനെ ഉപയോഗിച്ച് ബാക്കി എന്നാലും ഉമ്മ പ്രസവിച്ചതാണ്. ഓരോ ഉമ്മ പ്രസവിച്ച മക്കളും അവന്റെ സുഖ സൗകര്യങ്ങൾ എത്ര നീണ്ടതാണെങ്കിലും. ഡോക്ടറെ കാണാൻ പോയി, കണ്ണൂര് ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടു, ബോഡി ഫുൾ ഒന്ന് ചെക്കപ്പ് ചെയ്തു, സീൽ വെച്ചു, ഹെൽത്തി ബോഡിയാണ്, ഒരു പ്രശ്നമില്ല. ഡോക്ടറുടെ ആ പേപ്പർ നോക്കിയിട്ട് ഞാനും എന്റെ ഭാര്യയും ചിരിക്കും, ആഹാ നമ്മൾ ഇപ്പോഴേ മരിക്കൂല, നല്ല ഹെൽത്തിയാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മളവസ്ഥ അതാണ്. കണ്ണാടി നോക്കുന്നു, ചുളിവില്ല, നരയില്ല, ആ തുടിപ്പ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ചിരിച്ചുകൊണ്ട് പറയും, ഇപ്പോഴേ പോവാനായിട്ടില്ല, മലക്കുൽ മൗത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇല്ല, യൗമൻ ഒരു ദിവസമുണ്ട്, അന്ന് ആ കട്ടിലിൽ അവൻ എടുത്തിട്ട് പോവുക തന്നെ ചെയ്യും, സംശയമില്ല.
ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ, ദുനിയാവിലേക്ക് മനസ്സേറ്റവും അധികം പായുന്ന യുവത്വത്തിന്റെ സമയത്തിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി തആല. അർശിന്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗം മഹ്ശറിൽ. അർശിന്റെ തണലിന്റെ ഗൗരവം അറിയണമെങ്കിൽ മഹ്ശർ അറിയണം. ഉടമസ്ഥന്റെ കോടതി, മാനവ കോടിക്കണക്കിന് വരുന്ന അടിയാറുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു കോടതി. പള്ളി തന്നെ ആൾ കൂടിയാൽ ഈ AC വർക്ക് ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാവും? ചൂടാവൂലേ? പള്ളി ഫുള്ള് ആളായെന്ന് വെച്ചോ, ചൂടത്തുള്ള AC ഇട്ടാലും. അപ്പൊ ആൾക്കാർ, കമ്മിറ്റിക്കാർ പറയും അത് ഓവർലോഡ് ആയത് കൊണ്ട് അതിന്റെ AC തണുപ്പൊന്നും ഇതാകുന്നില്ല. കുറച്ച് ആൾക്കാർ പുറത്തു പോകുമ്പോ പിന്നെ കുറച്ച് തണുപ്പ് വരുത്തായി. കോടിക്കണക്കിന് ആളുണ്ടാവും. എല്ലാം ആദ്യം തൊട്ട് ഇലാ യൗമുൽ ഖിയാമ വരെയുള്ള സർവ്വരുണ്ടാവും. കൂട്ടത്തിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും ഉണ്ടാവും, എന്നെ കേൾക്കുന്ന കണ്ണൂർ ടൗണിലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുകയും ചെയ്യും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യും, മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ചെറുപ്പക്കാരോട്, ലാ യസ്അലു ഹമീമുൻ ഹമീമ. യുവാക്കളെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ? ഫ്രണ്ട്ഷിപ്പ്. യുവാക്കളെ ഏറ്റവും വലിയ വീക്ക്നെസ് ഫ്രണ്ട്ഷിപ്പാണ്. ഉപ്പ വിളിച്ചാലും ഫോൺ എടുക്കൂല, സെക്കൻഡ് ഒരു മെസ്സേജ് കണ്ടാൽ മതി, അപ്പൊ തന്നെ എടുത്തു. ഉപ്പ 3 വട്ടം വിളിച്ചാലും നോക്കിയിട്ട് പിന്നെ വിളിക്കാപ്പൊ എന്തെങ്കിലും ചോറയായിരിക്കും ഈ ചെയ്തിട്ട്. ഉമ്മ വിളിച്ച്, ഉമ്മക്ക് ഇതന്നെയാ പണി, പുറത്തിറങ്ങിയാൽ തുടങ്ങും വിളിക്കാൻ, എടുക്കൂല. ചങ്ങായി വിളിച്ചു, വേറെ എന്താ വിളിക്കുക, നമ്മളെ അറിയാല്ല, അല്ല അത് മാറി. ഇപ്പൊ എന്തായി, എവിടെ ബ്രോ? എവിടെ ഉണ്ട് ബ്രോ? എന്നാ ഞാനും വരുന്നു ബ്രോ. അങ്ങനെ ബ്രോ എടുത്ത് പോക്കൈ. ഉപ്പാന് വരയില്ല, ഉമ്മാനെ വരയില്ല. ചങ്ങാതിമാര്. ലാ യസ്അലു ഹമീമുൻ ഹമീമ. ആ ചങ്ങായി ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കുക പോലുമില്ല മഹ്ശറിൽ. ഹമീം എന്ന വാക്കിനർത്ഥം മലയാളത്തിൽ ശരിക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റൂല. ഉറുദു നമ്മൾ ഉസ്താദ് പറഞ്ഞ അർത്ഥമുണ്ട്, ജിസ്കി മഹബത്ത് ദിൽ മെ ജോഷ് മാർത്തി ഹോ, അതാണ് ഹമീം. ഒരാളോടുള്ള ഇഷ്ടം നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ തിരയിളക്കുണ്ടാക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഓണിലും ഉറക്കിലും ഫുൾ ടൈം കൂടെ ഉണ്ടാകുന്ന ചങ്ങായി. ലാ യസ്അൽ, ചോദിക്കുക പോലുമില്ല, അന്വേഷിക്കുക പോലുമില്ല. അക്രമകാരികൾ കൈകടിച്ചുകൊണ്ട് പറയുന്ന സന്ദർഭം, പറയുന്ന ദിവസം, ആ പ്രവാചകൻ പറഞ്ഞ വഴി ഞാനൊന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഓ എന്റെ നാശമേ, അവനെ എന്റെ ചങ്ങാതിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇടുന്ന് ഇങ്ങനത്തെ എന്തേലും പറയാ, ചങ്കുബ്രോ അടച്ചിട്ട് കഴിഞ്ഞോണ്ട് പറയും, ഓനെ എടുക്കണ്ടായിരുന്നു, ഓന എന്നെ ഈ കോലത്തിലാക്കിയത്. എപ്പോഴുണ്ട് ഉമ്മ പറയുന്നത് ഓനെ കൂട്ടണ്ട. ഉപ്പ എപ്പോഴേ പറയുന്നത് കൂട്ടല്ല. ഉസ്താമാർ എപ്പം കണ്ടാലും ക്ലാസ് പറയുന്നുണ്ട് ചന്ദനം. ഉമ്മക്കൊന്നും അറിയില്ല. ഉമ്മ പണ്ടത്തെ പെണ്ണുങ്ങളല്ലേ. ഉപ്പ പഴയ, നമ്മള് എന്താ പറയാ, ന്യൂജൻ. അവിടെ അമ്മക്ക് നമ്മളെ അറിയുള്ളൂ. ഇന്നൊക്കെ എന്താ അറിയുന്നത് തൊണ്ടന്മാർ? പറയൂ, ഓഹോ എനിക്ക് സത്യം എന്താണെന്ന് വന്ന് കിട്ടിയതിന് ശേഷം, വായിച്ചതിന്, അറിഞ്ഞതിന്, കേട്ടതിന്, ബോധ്യപ്പെട്ടതിന് ശേഷവും എന്നെ ഇവനാണ് പിഴപ്പിച്ച് കളഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ്, പുതിയ ഫ്രണ്ട്ഷിപ്പ്. എല്ലാം ക്ലാസ് കേട്ട് ശരി, എന്നെ ഇയാള് പറയുന്നത് നല്ല പ്രായം, ആഹ്റത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, നല്ല ഫിക്കറിലാണ് പുറത്തിറങ്ങിയത്. അപ്പോണ്ട് മറ്റേ ബ്രോന്റെ മെസ്സേജ്, അവിടെ ഞാൻ കാത്തിക്കുന്നുണ്ടേ, വേമ്പ പോയി, എല്ലാം പോയി, കേട്ടതെല്ലാം അങ്ങ് പോയി. ലഖദ് അദല്ലനി, അവൻ എന്നെ പിഴപ്പിച്ച് കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, എനിക്ക് ഹക്ക് കിട്ടിയതിന് ശേഷം. അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. വലിയ സങ്കടമായിരിക്കും, പക്ഷേ ആ സങ്കടത്തിന് അർത്ഥമില്ല. അള്ളാഹു പറഞ്ഞില്ലേ, അന്നാ ലഹു ദിക്റ, അന്നാ ലഹു ദിക്റ. ഇവിടെ വന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് കരഞ്ഞിട്ട് ഒരു ഉപകാരമില്ല കേട്ടോ. കരയേണ്ട സമയം, ചിന്തിക്കേണ്ട സമയം ഇപ്പാണ്. ഇപ്പം ചിന്തിച്ചോടി, എന്നിട്ട് ഇങ്ങോട്ട് അടുത്തോടി അള്ളാഹുവിനോട്, അള്ളാഹുവിനേക്ക് അടുത്തോളൂ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ,
പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്റെ ഈ തുച്ഛം വരുന്ന യുവാക്കളെ നമ്മളിൽ എത്ര പേരുണ്ടാവും തഹജ്ജുദ് നിത്യമാക്കുന്നവർ? തഹജ്ജുദ് നിസ്കാരം നിത്യമാക്കുന്ന എത്ര ചെറുപ്പക്കാർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്? അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇതാർക്കുള്ളതാണ് ഈ തഹജ്ജുദ് നിസ്കാരം? നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയില്ല, അതൊക്കെ അവരിലേക്ക് നാലിട്ട് കിടക്കുന്നപ്പ. അള്ളാഹു ആഫിയത്തിന് നസീബാക്കി തരട്ടെ. വയസ്സന്മാർക്കുള്ളത്, വയസ്സത്തികൾക്കുള്ളത്. പക്ഷെ ശരിക്കും തഹജ്ജുദ് നിലനിൽക്കേണ്ട ഏത് പ്രായത്തിലും അറിയോ? ആ ചുറുചുറുക്കുള്ള പ്രായത്തിൽ, ഉറങ്ങാൻ സുഖമുള്ള പ്രായത്തിൽ. വയസ്സായി, ആ സമയത്ത് ചുമ വരും, ഒന്നണീക്കും അയാൾക്ക് ഉറപ്പ് വരില്ല. അപ്പോൾ ഒരു കട്ടൻ ചായ എടുത്തു കൊടുക്കും, നമ്മൾ നിസ്കരിച്ചറിയാം, അത് നിസ്കരിക്കും. പക്ഷെ അപ്പുറത്ത് നമ്മൾ ഏസ് റൂമില് കമ്പിളി വെച്ചിട്ട് കിടക്കുന്നുണ്ടല്ലോ, ആ കമ്പിളി എടുക്കാനുള്ള കൂവത്ത് റൂഹിനുണ്ടാക്കി കൊടുക്കണം. 2 റക്അത്ത് പാതിരാക്കി എഴുന്നേറ്റ് നിസ്കരിക്കാൻ ധൈര്യമുണ്ടാവണം യുവാക്കൾക്ക്. വസല്ലു ബില്ലൈലി വന്നാസു നിയാം. എല്ലാവരും ഉറക്ക്. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എല്ലാവരും ഉറക്കില്. അപ്പൊ ഒരു വീട്ടിലെ റൂമിൽ നിന്ന് ലൈറ്റ് ഓൺ ആയി. ആരെ വീട്? വയസ്സന്റെ അല്ല, റൂം വയസ്സന്റെ അല്ല, ഉമ്മമാന്റെ അല്ല, ഉപ്പപ്പാന്റെ അല്ല, 18കാരന്റെ, 25കാരന്റെ, 35കാരന്റെ റൂമില് 4 മണിക്ക് ലൈറ്റ്. ഓൻ കുടിച്ചു, വുളൂ ചെയ്തു, മുസല്ല വിരിച്ചു, റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി. എന്തൊരു ഇഷ്ടമായിരിക്കും അള്ളാഹുവിന് അയ്യുവാവിനോട്. മലായികത്ത് എത്ര അസൂയയാണ് ചെറുപ്പക്കാരന് നോക്കുന്നുണ്ടാവുക. പിശാച് തലയിലും മണ്ഡമാരിയിട്ടും നിലവിളിക്കും. ഈ യുവാവിന്റെ ഉടമസ്ഥന്റെ മുമ്പിലുള്ള വിനയം കണ്ട് സഹിക്കാൻ പറ്റായിട്ട് അങ്ങനെയാവണം യുവാവ്. 4 മണിക്കടിച്ച അള്ളാന്റെ മുമ്പിൽ കൈകെട്ടണം. ആരും കാണാനില്ല, ആരും കാണാനില്ല. അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കണം. എന്നിട്ട് അവന് നന്ദി പറയണം ആ പാതിരാക്ക്. റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് എന്താ പ്രയാസം? ഫർദിന് മുമ്പ് ശേഷം. പക്ഷെ സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പോയി, നമ്മള് ഒന്ന് സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇമാമു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, നമ്മൾ ശരിപ്പിന്റെ അടുത്തെത്തി. 2 റക്അത്ത് സുന്നത്തിന്റെ കൂലി സ്വർഗത്തിലെ 8 വാതിലിൽ കൂടിയും വിളിക്കപ്പെടുന്ന ആള്, സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയപ്പെടുന്ന ആള്. ഇത് ആർക്ക് വേണ്ടി പറഞ്ഞത്? ആരോട് പറഞ്ഞത്? രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാവിലെ ഇരിക്കണം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം പറയണം. ഇതാര് പറയാൻ? ഇതാരെ ചെയ്യേണ്ടത്? ആരാണ്? ഫസ്റ്റ് സഫിലെ വയസ്സന്മാർ കുറെ ആൾക്കാരുണ്ടാവും. ചെയ്യേണ്ടത് യുവാക്കള്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം പറയാൻ 10 മിനിറ്റ് മതി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം 100 പ്രാവശ്യം വരെ ഞാൻ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? എന്തിന്? എന്ത് തെറ്റ് ചെയ്തിട്ട്? ഏത് കറ മായ്ച്ചു പറയാൻ? അല്ലാഹു റസൂല് 100 പ്രാവശ്യം. ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്റെ മുമ്പിലുള്ള നമുക്കും പ്രിയപ്പെട്ടവരെ മായ്ക്കാൻ എത്രയുണ്ടാവും കൽബിന്ന്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. നമ്മുടെ ഹൃദയത്തിന്റെ കറ എത്രയുണ്ടാവും? എത്ര കഴുകാനുണ്ടാവും? പക്ഷെ കഴുകുന്ന ആര്? അവിടെ എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, മടങ്ങണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ അസുരപന്വിഷമായ ഈ യുവത്വത്തിന്റെ ഇത് ദീനു വേണ്ടി ഉപയോഗപ്പെടണം. അവിടെ അള്ളാഹു ഖുർആൻ ദുആ പഠിപ്പിച്ച്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ, കൺകുളിർമ, വജഅൽനാ, നീ നമ്മളെ ആക്കണമേ, ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ. അതായത് നാട്ടിലെ തഖ്വയുള്ള ആളുകളുടെ ഒരു ഗ്യാങ് ഉണ്ടാവും, ദീനി ടീം ഉണ്ടാവും. അതിന്റെ മുമ്പില് എന്റെ മോൻ ഉണ്ടാവണം. അതിന്റെ നേതൃസ്ഥാനത്ത് പള്ളിയിൽ എത്ര നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയാവുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും. അതിൽ എന്റെ മോൻ ഉണ്ടാവണം, അതിൽ എന്റെ മോൻ ഉണ്ടാവണം. ഒന്ന് ഒതുപ്പിച്ചു നോക്കിയ ഖുർആൻ. ഇപ്പൊ നിർത്താട്ടോ ഇൻഷാ അല്ലാഹ്. ഒന്ന് ഖുർആൻ ഒതുപ്പിച്ചു നോക്കി നമ്മളെ പിള്ളേരെ കൊണ്ട്, നമ്മളെ ചെറുപ്പക്കാരെ കൊണ്ട്, മുവഹിദുകളായ സലഫികളായ മുജാഹിദുകളായ ആളുകളുടെ യുവാക്കളെ കൊണ്ട് ഒന്ന് ഖുർആൻ ഒതുപ്പിച്ചു നോക്കി. ശരിക്കും എവിടെയുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ ചോരത്തുള്ളികളെ കൊണ്ട് കരയും. വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ് ആള്. നോക്ക് പൂജാപ്പിള്ള നോക്കുമ്പോ എന്താ നോക്കിന്? എഡ്യൂക്കേറ്റഡ്. ശമ്പളം എത്രയുണ്ട്, ജോലി എവിടെയാ, എത്ര പഠിച്ച്, എത്ര ഡിഗ്രി, കുഴപ്പമൊന്നുമില്ല, നോക്കാം. എന്നാലും ഒരു ഖുർആൻ ഓതാൻ അറിയോ എന്ന് നോക്കലും നല്ലതായിരിക്കും. ഇപ്പോഴും അല്ലാഹു അക്ബർ,
സുന്നത്തിരിക്കാൻ ഫാത്തിഹ ഓതി. ഏതാ സൂറത്ത് പിന്നോതല്? സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഏതാ? നിങ്ങൾ ഏതാ എനിക്കറിയില്ല. പൊതുവെ ചോദിച്ചാൽ പലരും എന്താ അറിയോ? കുൽഫു അല്ല. പഴയ കുൽഫു അല്ല. ഇപ്പോഴും കുൽഫു അല്ലയിലുണ്ട്. ഇത്ര കുൽഹു അല്ലയിലേക്ക് മാറിയിട്ടില്ല, അതിന്റെ അപ്പുറത്തെ സൂറത്തിലേക്കും മാറിയിട്ടില്ല. ഇനി എപ്പം മാറും? ആകെ ഹിഫ്ദുള്ളത് ഒരു കുൽഹു അല്ല, പിന്നെ കുല്ലാഹു ഫലക്ക്. പിന്നെ നിങ്ങൾ കണ്ണൂർ ടൗണിന്റെ കച്ചവടക്കാരില്ലേ, നല്ല തിരക്കുള്ള സമയത്ത് ഇന്നാഴ്ച കൗസർ, അതിന് ചെറുത് വേറെ ഇല്ല, നല്ല ഓടാൻ പറ്റില്ല. അതിന് കുറച്ച് മുകളിലോട്ട് എപ്പം പോകും പ്രിയപ്പെട്ടവരെ? നമ്മൾ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് അള്ളാഹുവിന്റെ റസൂൽ 2 സൂറത്ത് സുന്നത്താക്കി തന്നു. അത് ഓതിക്കഴിഞ്ഞ് സുബഹി നിസ്കരിക്കുന്ന സമയം ഒരു 10-15 മിനിറ്റ് നേരം നിന്ന് കേൾക്കാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ കൽബിലേക്ക് എപ്പോഴും നമ്മൾ ഖുർആൻ ഒന്ന് കേൾക്കുക. നമ്മളെ ശൈത്താൻ പറയിപ്പിക്കൽ എന്താ അറിയും? ഇനി എപ്പോ അതെല്ലാം കഴിഞ്ഞു, പ്രായം കഴിഞ്ഞില്ല. യുവാക്കൾ പറയും പണ്ട് മദ്രസയിൽ നിന്ന് കളിച്ചുപോയി. വയസ്സുള്ള ആൾ പറയും ഇനി എപ്പോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിളായ എത്രാമത്തെ വയസ്സിലാന്ന് അറിയും? 62ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 61. റസൂലുള്ളാഹി തങ്ങളെക്കാളും 2 വയസ്സ് അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 63ാമത്തെ വയസ്സിൽ ഖുർആൻ ഇറങ്ങി തീരാണ്. 61ാമത്തെ വയസ്സിന് അബൂബക്കർ സിദ്ദീഖ് ഹാഫിളാവുകയാണ്. നമ്മളോ ശൈത്താൻ പറയിപ്പിച്ചു ഇനി ആവൂലപ്പ. നമ്മുടെ യുവാക്കള് ഖുർആനുമായിട്ടുള്ള സഹാബാക്കളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുതിയ കോപ്പി ഉണ്ടാക്കുമ്പോൾ അത് ഏൽപ്പിച്ച സഹാബി സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അന്ന് 12-13 വയസ്സുള്ളപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദേ നീ ഒരു കാര്യം, നീ മറ്റേ ഇഞ്ചീലിന്റെയും തോറാത്തിന്റെയും എല്ലാം ഭാഷ നീ ഒന്ന് പഠിക്കണം. റസൂലുള്ളാഹി പറയാണ് സയ്യിദിനോട്, വളർത്തുമോനായിട്ടുള്ള അയാളാ കൂടെ തന്നെ, ഇഞ്ചീലിന്റെയും തോറാത്തിന്റെയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ 15-16 ദിവസം കൊണ്ട് 2 ഭാഷയിൽ ഞാൻ പഠിച്ചു എന്ന് മാത്രമല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തർജുമാനായി മാറി. റോമെന്നും പേർഷ്യ എന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാനാണ് റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കി കൊടുക്കല്. അദ്ദേഹത്തെ കൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഇന്നത്തെ മുസ്തഫ റസൂൽ ഉസ്മാനി ക്രോഡീകരിപ്പിച്ചത്. അങ്ങനെയായിരുന്നു അന്നത്തെ ചെറുപ്പക്കാരൻ ഖുർആനുമായി. ബഹുമാനപ്പെട്ട സാലിം മൗല അബി ഹുദൈഫ, അടിമ. സാലിം അടിമ, അത് അബൂ ഹുദൈഫന്റെ അടിമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബാക്കളോട്, ഖുർആൻ ഇറങ്ങിയതുപോലെ കേൾക്കണം എന്നുണ്ടെങ്കിൽ സാലിമിന്റെ അടുത്ത് പോയി ചോദി പഠിച്ചോളി. നമ്മളെ ഉള്ളറോ, നമ്മളെ മദ്രസയിൽ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഒന്ന് ഖുർആൻ ഓതിപ്പിച്ചു. ഞാൻ പറയുന്നത് സലഫികളോടാണ്, മുവഹിദുകളോട്. 8ലും 10ലും പഠിക്കുന്ന കുട്ടികളെ കൊണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്ന് ഖുർആൻ ഓതിപ്പിച്ചു നോക്കി. ഇല്ല മാഷാ അല്ലാഹ്, ചില മഹാഭാഗ്യവാന്മാരുണ്ടാവും ഖുർആൻ നെഞ്ചിലേറ്റിയവർ, മധുരമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ. അവരുടെ ജീവിതത്തിന്റെ ഖൈറും ബർക്കത്തും അത് തന്നെയായിരിക്കും. ഒരു ബന്ധം ഉണ്ടാക്കണം പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വന്നു. അപ്പൊ തങ്ങൾ പറയാണ്, എനിക്ക് ശേഷം ഞാൻ ഒരുപാട് കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന വരൂല. എനിക്ക് ശേഷമുള്ളവരെ അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിൻപറ്റണം. അമ്മാറിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. സഹാബത്തിനോട് പറയാൻ. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, അമ്മാറിന്റെ പെരുവിരൽ മുതൽ തലയുടെ ഉച്ച വരെ ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. ആ അമ്മാർ, ആ ചെറുപ്പക്കാരൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇതൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, അവരങ്ങനെയായിരുന്നു. നമ്മളിപ്പോ എവിടെയാ, ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തിരിച്ചു വരണം, അള്ളാഹുവിലേക്ക് തിരിക്കണം, അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹുവിലേക്ക് തിരിയുന്ന അടിമന അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? അവൻ എത്ര വലിയ കുരുത്തം കെട്ടവനാണെങ്കിലും, എത്ര തോന്നിവാസം, എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മ വരെ പറയും ചിലപ്പോ, പോടാ എന്നെ കണ്ടുകൊണ്ട് നീ കുരുത്തം കെട്ടവൻ. പക്ഷെ അള്ളാഹു അത് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറയുന്നു, അന ഇൻദ ദന്നി അബ്ദി ബി, എന്നെ പറ്റി എന്റെ അടിമ എന്ത് വിചാരിക്കുന്നുവോ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക. അള്ളാഹ് അടുത്ത ആളായിട്ട് കാണണം, അടുക്കണം, അള്ളാഹ് അറിയണം. എന്നെ അവൻ ഒറ്റക്കോർത്താൽ ഞാൻ അവനെ ഓർക്കും, ഒരു കൂട്ടത്തിൽ ഓർത്താൽ ഞാൻ കൂട്ടത്തിൽ അവൻ ഓർക്കും, മലക്കൾക്കിടയിൽ അവൻ ഓർക്കും.
തഖറബ ഇലയ്യ അബ്ദി ശിബ്റൻ, എന്റെ അടിമ ഞാനുമായി ഒരു ചാൺ എടുക്കാൻ തയ്യാറായ. എന്താ അള്ളാഹുമായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ദീനിയാവില്ല. അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹ് നിരോധിച്ച കാര്യം ഒഴിവാക്കുക, അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തുകളെ സ്വീകരിക്കുക, ഹറാമ് ശ്രദ്ധിക്കുക, ഹലാലായിരിക്കാൻ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഒരു ചാൺ എടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു മുഴം ഞാൻ എടുക്കും. വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴം ഞാനുമായിട്ട് എന്റെ അടിമ എടുത്താൽ തഖറബ്തു ഇലൈഹി ബാഅൻ, രണ്ട് മുഴം ഞാൻ എടുക്കും. വഇൻ അതാനി യംശി, ഇനി എന്റെ അടിമ എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, ഞാൻ ഓടി വന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്. അവനിലേക്ക് മടങ്ങലേ രക്ഷയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ അടുത്താളാവുക, ദീനിയാവുക, ഹറാമുകൾ സൂക്ഷിക്കുക, എങ്ങോട്ടാ പോകുന്നുള്ള ബോധം ഉണ്ടാവുക, മനഃപൂർവ്വം അറിഞ്ഞ നഫ്സിനെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കാം. മലക്കുൽ മൗത്ത് വന്നിട്ട് കൊണ്ടുപോകുമ്പോൾ റാഹത്തായിട്ട് പോകാൻ പറ്റണം. എപ്പം പോയാലും, ചെറുപ്പത്തിൽ പോയാലും, യുവത്വത്തിൽ പോയാലും, വയസ്സായിട്ട് പോയാലും, എന്നാ പിന്നെ പോയാലോ പോയാലോ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സൂട്ട്കേസ് നിറക്കണം. റമദാനാണ്, സൂട്ട്കേസ് നിറക്കാനുള്ള മാസമാണ്. നല്ലോണം നിറക്കണം. കണ്ണൂരിൽ നിന്ന് ഒരാൾ ദുബൈയിലേക്ക് പോയി, ഒരു ചെറുപ്പക്കാരൻ ദുബൈയിലേക്ക് പോയി. 5 കൊല്ലം കഴിഞ്ഞ് ദുബൈയിൽ നിന്ന് വരികയാണ്. ഭാര്യയും മക്കളും ചങ്ങായിമാരും ബന്ധുക്കളും ഒക്കെ കണ്ണൂർ എയർപോർട്ട് കൂട്ടാൻ വേണ്ടി പോയി. അവര് പുറത്തു നിന്ന് നോക്കുമ്പോ ഇവൻ ഒരു സഞ്ചിയും പുറത്തൊരു ബാഗും മാത്രം. അങ്ങനെ വരിക. ഈ പോയ ആൾക്കാർ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ? എല്ലാമായി 5 കൊല്ലം ഒന്നും ആക്കിയിട്ടേ, 5 കൊല്ലം ഉണ്ടായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടേ, ആടെ തന്നെ എല്ലാം തീർത്താ. ഇനി അതല്ല പോലീസാറ്റ് പിടിച്ചിട്ട് വിട്ടതായിരിക്കുക. ഒന്നും കൈമലില്ല, ഒരു സന്തോഷം ആർക്കും ഇല്ല. ഒന്നും കൊണ്ടുവന്നിട്ട് ആകെ എന്തേ കൊണ്ടുവരും? കുറച്ച് ബ്രഷ്, പേസ്റ്റ്, സ്പോഞ്ച്, ലെക്സ്, അതെല്ലാം ഉണ്ടാവും. എന്നാലും ആ 2 പെട്ടിയെണ്ണം കാണുമ്പോ, അതേസമയത്ത് ട്രോളിയിൽ 10 ബാഗ്, പുറത്തൊരു ബാഗ്, തോളത്തൊരു ബാഗ്, ഇത് കാണുമ്പോ പോയ ആൾക്കാർ പറയും, മാഷാ അല്ലാഹ്, 2 കൊല്ലാണെങ്കിൽ ചെക്കൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ദുനിയാവിന് പെട്ടെന്ന് പറഞ്ഞാൽ തിരിയുന്നൊരവസ്ഥ തന്നെ. ആഖിറത്തിൽ ഇതേ രംഗം വരാൻ പോകുന്നുണ്ട്. ഇതേ രംഗം. ചില ആളുകള് സൂട്ട്കേസ് നിറച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. റമദാനൊക്കെ ആയപ്പം അവര് ഖുർആൻ കണ്ടെടുത്തിട്ടുണ്ടാവില്ല. 3 ഖത്തൊക്കെ തീർക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. സൂട്ട്കേസൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ മലക്കുകള് തൂബ ലക്കും വഹുസ്നു മആബ്, അതിൽ തന്നെ അങ്ങനെ പോയി അയന്റെ പോയിക്കും, അയന്റെ അതാ റോഡ്, അതിലെ അങ്ങ് പോയിക്കോളൂ. വഹുസ്നു മആബ്, അവിടെയാണ് നിങ്ങളുടെ സ്ഥലം. വിട്ടോടി, കാരണം കൈമൽ സ്ഥാനമുണ്ട്. അത് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, കൃഷിസ്ഥലമാണ് ദുനിയാവ്. നല്ലോണം കൃഷിയും ചെയ്തിട്ടുണ്ട്, പടാപ്പാട് വിട്ടിട്ട് നല്ല വിളയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പിടിച്ചിട്ടാണ് പോയത്. ഗ്രീൻ ചാനൽ നേരെ അങ്ങോട്ട്. അള്ളാഹു നസീബാക്കി തരട്ടെ. ചില മനുഷ്യന്മാരുണ്ടാവും, അള്ളാഹു നമ്മളെ ഒന്നും ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. സൂട്ട്കേസിലൊന്നും ഉണ്ടാവില്ല, തല താഴ്ത്തിയിട്ടുണ്ടാവും. ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, തല പൊക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ ഉണ്ടാവും. കൈമലൊന്നുമില്ല. മലക്കുകൾ കാണും. മലക്കുകൾ ചോദിക്കും, നമ്മൾ ചോദിക്കൂല ഗൾഫിൽ പോയിട്ട് എന്താ ഒന്നും ഉണ്ടാക്കിയിട്ട്? മലക്കുകൾ ചോദിക്കും, അലം യഅതികും നദീർ, എന്താ മോനെ ഇങ്ങനെ ഒന്നുമില്ലേ? ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? ദുനിയാവിൽ ആരും ഒന്നും പഠിപ്പിച്ചിട്ടേ, ഒന്നും പറഞ്ഞിട്ടേ? അപ്പൊ ഇവൻ പറയും, ബല ബല ഖദ് ജാഅനാ നദീർ, കേട്ടതാ, പറഞ്ഞതാ, ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ ഫകല്ലബനാ, നെവർ മൈൻഡ് ആക്കി. നമ്മള് നെവർ മൈൻഡ് ആക്കി. അങ്ങനെയൊന്നുമില്ലപ്പ, അല്ലാഹു മിൻ ഷൈ, അങ്ങനെയൊന്നുമില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, പറയുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞു, ഓ നിങ്ങൾ ഒരു ദീനിന്റെ ആള്. അങ്ങനെയൊന്നുമില്ല ദീനിൽ, അങ്ങനെയൊന്നും അള്ളറക്കിയിട്ടൊന്നുമില്ല. നെവർ മൈൻഡ് ആക്കി. വഖാലു, എന്നിട്ട് പറയും, അള്ള പറയാം, മലക്കൾ മുമ്പിൽ പറയും, ലൗ കുന്നാ നസ്മഅ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഹായ് ഹായ്, അന്ന് കേട്ടിരുന്നുവെങ്കിൽ, ലൗ കുന്നാ നസ്മഅ, അന്നത് കേട്ടിരുന്നെങ്കിൽ, അന്നത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഇന്നിപ്പോ നരകത്തിന്റെ ആളാകുമായിരുന്നില്ലല്ലോ എന്ന് അവിടെ വെച്ച് അവർ പറയും. ഫഅതറഫു ബിദംബിഹിം, ചെയ്ത തെറ്റവർക്ക് ബോധ്യമാവും. അത് എടുത്തു പറയും, ചോദിക്കും റബ്ബിനോട്, ഒന്നും മടങ്ങിപ്പോയിക്കോട്ടെ. ഫസുഹ്ഖൻ ലി അസ്ഹാബിസ് സഈർ, അള്ളാഹു പറയും, ചാൻസ് ഇല്ല, പോയിക്കോട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം, ദീൻ അനുസരിച്ച് ജീവിക്കണം, ഹറാമുകളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയെ സഞ്ചരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ നെഞ്ചോട് ചേർക്കണം, റമദാനിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് തരട്ടെ, പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള ദിവസങ്ങളെ അള്ളാഹു എങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മളെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും കൺകുളിർമയാവുന്ന, മാതൃകാ യോഗ്യരാകുന്ന, തഖ്വയിലും ഈമാനിലും ദീനിലും നേതൃത്വം വഹിക്കാവുന്ന, പക്വതയുണ്ടാവുന്ന തരത്തിൽ നമ്മളെ യുവത്വത്തെയും അള്ളാഹു ഖബൂലാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.